മാത്രമല്ല ഇവിടെ ഒരു ദേവതയിൽ വിശ്വസിക്കാൻ പഠിക്കേണ്ടതുമാണ് 9ാം ഭാവത്തിൽ കേതു ഉള്ളവർ. ഉദാഹരണത്തിന് 9ാം ഭാവത്തിൽ കേതു മകരം രാശിയിൽ, അതായത് ഇടവം ലഗ്നം, കേതു മകരം രാശിയിലാണെന്ന് വിചാരിക്കുക. ഒരു ദേവത, ആ ഒരു ദേവതയിൽ വിശ്വസിക്കണം. അതായത് ജോലി ആയിരിക്കാം മിക്കവാറും ഇവരുടെ പ്രശ്നം. ജോലി മാറിക്കൊണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടിരിക്കാൻ പറ്റാതെ വരിക, അതുപോലെ പാപഗ്രഹങ്ങളുടെ ദശയാണ്, ദീർഘകാലം ജോലിയില്ലാത്ത സിറ്റുവേഷൻ വരിക. ഇങ്ങനത്തെ സിറ്റുവേഷൻ പ്രത്യേകിച്ച് ഇടവം ലഗ്നക്കാർക്ക് ചൊവ്വയുടെ മഹാദശയൊക്കെ വരുമ്പോൾ അത് 12ഉം 7ഉം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ഈ കേതു ഇതുപോലെ അവിട്ടം നക്ഷത്രത്തിലോ മകരത്തിലെ അവിട്ടം നക്ഷത്രത്തിലോ ഒക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു 9ാം ഭാവത്തിൽ ചൊവ്വയുടെ 12ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ബ്ലോക്കേജ് ഉണ്ടാവും ആ ഗുരുവിനെ സംബന്ധിച്ചിട്ട്. അതുകൊണ്ട് ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു 4 മാസം ഒരു ദേവതയെ വിളിച്ചു പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞു ജോലി ശരിയായില്ല, അപ്പോൾ പിന്നെ അടുത്ത ദേവതയെ നോക്കാം, എന്നിട്ട് പിന്നെ അടുത്ത ദേവതയെ നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവർ ഭക്തി കൊണ്ടല്ല അവരെ വിളിക്കുന്നത്. ഇവർ പറയാണ് എന്തുകൊണ്ടാണ് എനിക്കിത് വരുന്നത്, ഞാൻ ഇത്ര ക്വാളിഫൈഡ് ആയിട്ടും എനിക്ക് ഇത്ര വലിയ ബിടെക്കും എംടെക്കും ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് ഇന്നതിന് ശേഷം എവിടെയും ചേരാൻ പറ്റുന്നില്ലല്ലോ. ഓരോരുത്തരോട് ഇതാണ് പറയുന്നത്, അല്ലാതെ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയല്ല. നമുക്ക് ഒരേ സമയം ദൈവങ്ങളോട് സ്നേഹമാണെന്ന് വിചാരിക്കുക.